ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാൾക്ക് അയാളുടെ ബിസിനസ് എങ്ങനെ വളർത്താം, സെയിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. അധിക ബിസിനസ് ഓണേഴ്സിനും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലർക്കെങ്കിലും അറിയാം, പക്ഷെ അതിൻ്റെ മേളിൽ അവർ ആക്ഷൻ എടുക്കാറില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇത് ചെയ്യാതെ മറ്റു പല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട മാർക്കറ്റിങ്ങിലെ ഒരു സിമ്പിൾ കൺസെപ്റ്റാണ് കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. തുടർച്ചയായിട്ട് പുതിയ വിഭാഗം ഫ്രഷ് കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുള്ളൂ. അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ ഓൾറെഡി നിങ്ങൾക്കുള്ള കസ്റ്റമേഴ്സ് വീണ്ടും വന്നതുകൊണ്ടോ ബിസിനസ്സിന് ഒരു വളർച്ച ഉണ്ടാവില്ല, സെയിലിൽ വലിയൊരു വളർച്ച ഉണ്ടാവില്ല. നമുക്ക് നിലവിൽ കിട്ടുന്നതൊക്കെ അതേപോലെ കിട്ടി അങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കണം, സെയിൽ കുറച്ചും കൂടിയും വേണം, ഇൻകം കുറച്ചും കൂടി വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഫ്രഷ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാനായിട്ട് നോക്കണം. അതായത് അതായത് കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വരെ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ടില്ല, നിങ്ങൾക്ക് പേയ്മെൻറ്റ് എടുത്ത് തന്ന് നിങ്ങളുടെ ക്ലോത്തിങ് പ്രോഡക്റ്റ് വാങ്ങാത്ത ഒരാളായിരിക്കണം. നിങ്ങളുടെ ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ നെയ്ബേഴ്സോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കസ്റ്റമേഴ്സ് അവർ വീണ്ടും വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, പുതിയ ആളുകൾ കടന്നു വരണം. ഇതിലൂടെയാണ് നിങ്ങളുടെ ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുള്ളൂ. ബിസിനസ് വളരണമെങ്കിൽ സെയിൽ കൂടണം. സെയിൽ കൂടണമെങ്കിൽ നിലവിലുള്ള സെയിലിനേക്കാൾ കൂടുതലായിട്ട് ലഭിക്കണമെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് കടന്നു വരണം. അത് ഏത് വിഭാഗം കസ്റ്റമർ ആയിരിക്കണം? പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് ആയിരിക്കണം, ന്യൂ കസ്റ്റമർ ആയിരിക്കണം, എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആവരുത്. ഈ കൺസെപ്റ്റ് പലർക്കും അറിയില്ല. ഇവിടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതാണ്. ഏതെല്ലാം മാർഗത്തിലൂടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, എൻ്റെ ക്ലോത്തിങ് ഷോപ്പിൻ്റെ അകത്ത് കൊണ്ടുവരാം. അതിന് പല മാർഗങ്ങളുണ്ട്. ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പുതിയ വിഭാഗം കസ്റ്റമറെ കണ്ടെത്തുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഷോപ്പ് ഇരിക്കുന്നത് എറണാകുളത്താണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കോഴിക്കോട് നിന്ന് ലഭിക്കും, കണ്ണൂരിൽ നിന്ന് ലഭിക്കും, തിരുവനന്തപുരത്തു നിന്ന് ലഭിക്കും. നിങ്ങളുടെ ഷോപ്പ് ഇരിക്കുന്ന ലൊക്കേഷൻ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നിങ്ങളുടെ കളക്ഷൻസ് പ്ലസ് നിങ്ങളുടെ ഈ അറിവ്, എന്തറിവ്? കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ തുടർച്ചയായിട്ട് ഇടതടവില്ലാതെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ കഴിവ്, അതാണ് നിങ്ങളുടെ സെയിൽ വർദ്ധിപ്പിക്കുന്നത്. ഇത് ചെയ്യാതെ പലരും ഷോപ്പിൻ്റെ ബോർഡൊന്ന് മാറ്റുന്നു, ഇൻറ്റീരിയർ കുറച്ചും കൂടി ഒന്ന് നന്നാക്കുന്നു, പുതിയ ഫർണിച്ചർ വാങ്ങിക്കുന്നു, കാറിൻ്റെ ടയർ മാറ്റി പുതിയ അലോയി കയറ്റുന്നു. ഇതൊന്നും തന്നെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻകം കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല. ഇൻഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്തേക്കാം, നേരിട്ട് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റികളല്ല ഇതൊന്നും തന്നെ. ബിസിനസ്സിലേക്ക് നേരിട്ട് ഇൻകം കൊണ്ടുവരുന്ന ആക്ടിവിറ്റി അത് മാർക്കറ്റിംഗ് ആണ്. നിങ്ങളുടെ കസ്റ്റമർക്ക് അറിയേ വേണ്ട നിങ്ങളുടെ ഷോപ്പിലെ ഫർണിച്ചറിൻ്റെ വില എത്രയാണെന്നുള്ളത്. കാണാൻ ഭംഗിയുള്ള ഇൻറ്റീരിയർ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. അതൊക്കെ സെയിലിലെ ചെറിയ മാറ്റങ്ങളെ അതുകൊണ്ട് ഉണ്ടാവുന്നുള്ളൂ. വലിയൊരു ഡ്രമാറ്റിക് ചേഞ്ച് ഒന്നും നിങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ ലോഗോയുടെ കളർ പച്ച മാറ്റി നീല അടിക്കുന്നു, അതുകൊണ്ട് എന്താ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. ലോഗോയിൽ ആനയുടെ തലയായിരുന്നു, അത് മാറ്റി നിങ്ങൾ കുതിരയുടെ തലയാക്കുന്നു, എന്താണ് അതുകൊണ്ട് ഗുണം? ഒരുപാട് പേര് ഇതൊക്കെ ചെയ്യണതാണ്, ഇത് ഞാൻ വെറുതെ പറയണതല്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓഫ്ലൈൻ ഫിസിക്കൽ സ്റ്റോറുള്ളവർ ചെയ്യുന്ന സംഗതികളാണ്. ഷോപ്പ് റെനോവേറ്റ് ചെയ്യണത് അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൺസിസ്റ്റൻറ്റ് ഫ്ലോ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു കനാൽ സങ്കല്പിച്ചാൽ മതി. കനാലിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ ന്യൂ കസ്റ്റമേഴ്സ്. ഈ കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോയിൽ കൺസിസ്റ്റൻസി എപ്പോൾ നഷ്ടപ്പെടുന്നു, അതായത് തുടർച്ചയില്ല. കുറച്ച് ദിവസം വരും, പിന്നെ വന്ന് കിട്ടിയെന്ന് പറയാം, വന്നെന്ന് പറയാം. ഇങ്ങനെയല്ല, പ്രെഡിക്റ്റബിളായിട്ട് നമുക്ക് ഫ്ലോ ഉണ്ടായിരിക്കണം. അതിലെപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. പുതിയ കസ്റ്റമേഴ്സായിട്ടുള്ള വെള്ളം ഇങ്ങനെ ആ കനാലിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം, ഇടതടവില്ലാതെ. അതുകൊണ്ടാണ് കൺസിസ്റ്റൻറ്റ് ഫ്ലോ എന്ന് മാർക്കറ്റിംഗ് സ്കോളേഴ്സ് പറയുന്നത്. കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. ഏത് വിഭാഗം കസ്റ്റമർ ആയിരിക്കണം അത്? നിങ്ങൾക്ക് അറിയാവുന്നവരല്ല, പുതിയ വിഭാഗം ഫ്രഷ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, ഇന്ന വരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങാത്ത ആളുകൾ. കാരണം അവരിലൂടെയാണ് ആ ബിസിനസ്സിന് വളർച്ച ഉണ്ടാവുക. ഇത് സംഭവിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാഗ്നേഷനിലായിരിക്കും. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു,
വലിയ വളർച്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളർച്ചയൊന്നുമില്ല. എന്നാൽ കുത്തനെ ഇടിഞ്ഞോന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. സെയിൽ തിരക്കേടില്ലാതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. പഴയ പോലെ 1 കൊല്ലം മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും, അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോഴും. ചെറിയൊരു ഇടിവ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ഉയർച്ച ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഒരേ ഒരു മാർഗ്ഗമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ തുടർച്ചയായിട്ട് കൊണ്ടുവരാം. ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ച് ഒരു സ്ഥലത്ത് തുടങ്ങും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിറ്റിയിലൊരു കടയുണ്ട്, വേറൊരു സിറ്റിയിൽ കൊണ്ടുവന്ന് ഒരു ബ്രാഞ്ച് തുടങ്ങുക. അതെന്തുമാത്രം എക്സ്പെൻസീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. പുതിയ ഷോപ്പ്, റെൻറ്റ്, അഡ്വാൻസ്, സ്റ്റോക്ക്, സ്റ്റാഫ്, യൂട്ടിലിറ്റി ബില്ല്, അങ്ങനെ ചപ്പ് ചവർ എക്സ്പെൻസുകൾ കുറേ ഉണ്ട് അതിൻ്റെ പുറകിൽ. ആ ലൊക്കേഷൻ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ അത് പൊളിയാനാണ് സാധ്യത. നിങ്ങൾ ഷോപ്പ് തുടങ്ങും, ഒരു മൂന്നാം നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൊണ്ടുവന്നൊരു ഷോപ്പ് തുടങ്ങി എന്താ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം എന്താ, കസ്റ്റമേഴ്സ് അങ്ങോട്ട് കയറി വരില്ല, വിസിബിലിറ്റി കുറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഫ്രഷ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാക്സിമം വിസിബിലിറ്റി ഉണ്ടാക്കാനാണ് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. ആദ്യം ഇതിങ്ങനെയാണ് എൻ്റെ ബിസിനസ് വളർത്താൻ സാധിക്കുള്ളൂ എന്നൊരു അറിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ മേളിൽ നമുക്ക് ആക്ഷൻ എടുത്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സെയിൽ കൂടണമെങ്കിൽ നിലവിൽ ഇന്ന് വരെ വരാത്ത പുതിയ ആളുകൾ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു ഫെസ്റ്റീവ് സീസൺ വരാൻ നേരത്തെ അപ്പോഴല്ല, തുടർച്ചയായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് ബിസിനസ് വളരുള്ളൂ. ഈ അറിവ് ആദ്യം നിങ്ങളുടെ മനസ്സിൽ, ചിലർക്കെങ്കിലും ഇത് അറിയാം, പക്ഷെ അതിൻ്റെ മേളിൽ ആക്ഷൻ എടുക്കില്ല. ഞാനതാ പറഞ്ഞത്, ഇത് ചെയ്യാതെ പുതിയ വിഭാഗം കസ്റ്റമറെ കൊണ്ടുവരുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പഠിക്കാതെ, മാർക്കറ്റിങ്ങിന് ഫോക്കസ് കൊടുക്കാതെ മറ്റു പല കലാപരിപാടികൾക്കുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുതിരയുടെ തല മാറ്റി ആനയുടെ തല വെക്കുക, പച്ച മാറ്റി നീല അടിക്കുക, പഴയ ഫർണിച്ചർ എടുത്തു കളഞ്ഞ് പുതിയ ഫർണിച്ചർ, ഇതൊന്നും തന്നെ നേരിട്ട് ഇൻകം കൊണ്ടുവരുന്നതല്ല. ഇവിടെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇന്നത്തെ മോഡേൺ മാർക്കറ്റിങ്ങിൽ സോഷ്യൽ മീഡിയയുടെ പങ്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഇനി വരാനിരിക്കുന്ന കാലം ഓൺലൈനിൻ്റെ ആണെന്നുള്ളത്. അവരേത് കാലത്താണ് ജീവിക്കണമെന്നുള്ളതാണ് നമുക്കൊന്ന് മനസ്സിലാകാത്ത. ഓൾറെഡി ഓൺലൈൻ്റെ കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. ഇനി എന്താണ് വരാനിരിക്കുന്ന കാലം? ഇപ്പം നമ്മൾ പ്രസൻറ്റ് സ്റ്റേജിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ഓൺലൈൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ, ഓൺലൈൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ പൂള് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2K ആണ് നിങ്ങളുടെ കസ്റ്റമറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 2000-ന് ശേഷമൊക്കെ ഉള്ള 2K കിഡ്സാണ് ഇന്ന് നമ്മളുടെ ഷോപ്പിലേക്ക് പർച്ചേസിങ് പവറുള്ള കസ്റ്റമേഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, വരാൻ പോകുന്നത്. കാരണം അവർ കോളേജിൽ നിന്നെല്ലാം പഠിച്ചിറങ്ങി, അവർക്ക് പർച്ചേസിങ് പവർ വന്നു തുടങ്ങി. ജോലിയിലെല്ലാം കയറി, സാലറി എല്ലാം കിട്ടി, അല്ലെങ്കിൽ അവർ തന്നെ വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെ പർച്ചേസിങ് പവർ വന്നിട്ടുള്ള ഈ കസ്റ്റമേഴ്സ് എങ്ങനെ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യണമെന്ന് ഇവർക്കറിയാം, എങ്ങനെ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യണമെന്നറിയാം, എങ്ങനെ ഓൺലൈൻ മാർക്കറ്റ് ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാം. അപ്പോൾ അവർ ഈ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് ശരിക്കും സോഷ്യൽ മീഡിയയിലാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കോസ്റ്റ് ഇല്ലാതെ വേറൊരു സ്ഥലത്ത് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സെയിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയുടെ സാധ്യത മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഒറ്റ കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ലോത്തിങ് ഷോപ്പുള്ള ഒരാൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളുടെ ബിസിനസ് വളർത്തണമെങ്കിൽ, സെയിൽ കൂട്ടണമെങ്കിൽ കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്, ഈ സംഗതി നടക്കണം. ഫ്ലോ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കണം. ആര് വന്നുകൊണ്ടിരിക്കണം? ഫ്രഷ് ന്യൂ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കണം. നിലവിൽ വരുന്നവരിങ്ങനെ വന്നും പോയിരിക്കണതിനെ പറ്റിയല്ല പറയണത്. പുതിയ വിഭാഗം ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ സാധിക്കുക? അപ്പോൾ സോഷ്യൽ മീഡിയ മാക്സിമം ഉപയോഗിക്കുക. നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലോത്തിങ് ഷോപ്പിൻ്റെ അകത്ത് സെയിൽ വർദ്ധിപ്പിക്കാം എന്നൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.